കുട്ടികളുടെ ഈ ഒരു ബുദ്ധി വികാസത്തിനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സപ്ലിമെന്റ്സ് അതേപോലെ തന്നെ പല രീതിയിലുള്ള ന്യൂട്രിയൻ പൗഡേഴ്സ് ഒക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പാരൻസിന് അത് എത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നൊന്നും അറിയില്ല. അതിൽ എത്രത്തോളം അതിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന കുറച്ച് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടും അതേപോലെ കുട്ടികൾക്ക് അത് ഈസിലി കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ, അതേപോലെ അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും ഹോൾ ബോഡി ഗ്രോത്തിനും കാര്യങ്ങൾക്കും മസിൽ ഡെവലപ്മെന്റ്സിനും എല്ലാത്തിനും ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു 8 ഫുഡ് ഐറ്റംസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂഎൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ്. ഈ ഒരു വീഡിയോ പാരൻസിന് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്കും അതേപോലെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും അവരുടെ എല്ലാ ഫങ്ഷനിങ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം. അതിൽ മെയിനായിട്ടും വേണ്ടത് ഹെൽത്തി ഫാറ്റ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് മിതമായ രീതിയിൽ, അതേപോലെ അത്യാവശ്യം വൈറ്റമിൻസ്, എസ്പെഷ്യലി മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന വൈറ്റമിൻസ്, കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം പോലത്തെ ഇത്തരം ന്യൂട്രിയൻസും നീഡഡ് ആണ്. പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റും കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാരൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അമിതമായിട്ട് മധുരം കൊടുക്കുന്നു. ബേക്കറി പലഹാരങ്ങളൊക്കെ രാവിലെ കുട്ടികളുടെ ആ ഒരു ആക്റ്റീവ്നെസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ചിലരൊക്കെ ഈ ബേക്കറി പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള മധുര പാനീയങ്ങൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളെ അൺഹെൽത്തി ആക്കുന്നത്. മെയിൻലി ഈ പറഞ്ഞിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആഡ് ചെയ്തിട്ടുള്ള ബേക്കറി ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ദെൻ ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, അതേപോലെ കോളകൾ, പെപ്സികൾ, ദെൻ ഓവർ ന്യൂഡിൽസ് കാര്യങ്ങൾ, ജങ്ക് ഫുഡ്, ഇതൊക്കെ കൂടുതലായിട്ടും കഴിക്കുമ്പോഴാണ് അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവുന്നതും വിരശല്യത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇന്ന് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വിരശല്യത്തിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ആ ഒരു വിരശല്യം ഉണ്ടാവുന്നതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അമിതമായിട്ട് ഈ മധുരം കഴിക്കുന്നത് കൊണ്ടും അതേപോലെ ഒട്ടും വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ വളരുന്നത് കൊണ്ടും വൃത്തിയില്ലായ്മയൊക്കെയാണ് അതിൻ്റെ മെയിൻ റൂട്ട് കോസുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് മിക്ക അസുഖങ്ങളും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഭക്ഷണം കൃത്യമായിട്ട് കുട്ടികളിൽ ക്രമീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലോ അവർക്ക് ഒരു ഗ്രോത്തിനെയും അതേപോലെ തന്നെ ഡെവലപ്മെന്റ്സിനെ, എസ്പെഷ്യലി ബ്രെയിൻ ഡെവലപ്മെന്റിനും മറ്റുള്ള എല്ലാ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ന്യൂട്രിയൻ സപ്ലൈ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിൽ മെയിനായിട്ടും പാരൻസ് ഉൾപ്പെടുത്തേണ്ട മെയിൻ പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് ഗീ, അതേപോലെ തന്നെ ബട്ടറാണ്. ഗീ എന്ന് പറയുമ്പോൾ നെയ്യ്, ബട്ടർ വെണ്ണ, ഇതൊക്കെ അത്യാവശ്യം കുട്ടികളുടെ ആ ഒരു വെയിറ്റ് കൂട്ടാനും ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. അതേപോലെ അമിനോ ആസിഡ്സ് റിച്ച് ആയതുകൊണ്ട് തന്നെ, പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ബ്രെയിൻ ഡെവലപ്മെന്റ്സിന്, ബ്രെയിൻ ഫങ്ഷനിങ്ങിന്, കോർഡിനേഷൻസിന്, കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് സഹായിക്കുന്നതാണ്. കുട്ടികൾക്ക് ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് പഴത്തിലൊക്കെ വാട്ടിയിട്ട് അങ്ങനെ പഴവും നെയ്യും കൂടി ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. ധാന്യങ്ങളൊക്കെ ഒന്ന് പൊടിച്ചിട്ട് അതൊരു ജസ്റ്റ് അരിയുണ്ട ഫോമിലൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ്. ചോറിൽ ജസ്റ്റ് നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. പാകം ചെയ്യുന്ന ഭക്ഷണമൊക്കെ ആണെങ്കിലും ബട്ടറിൽ വേവിച്ചിട്ട് അല്ലെങ്കിൽ ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഫ്രൈ ചെയ്തിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഗീ ഒക്കെ കഴിക്കുന്നത് കുറച്ചുകൂടി ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഇത് സാധിക്കുന്നതാണ്. ഇനി കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ആൻഡ് ഫങ്ഷനിങ് ഒക്കെ സഹായിക്കുന്ന മൂന്നാമത്തെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. അതിൽ ചീര, മുരിങ്ങയില, തഴുതാമ, കറിവേപ്പില, ഉലുവയില, ഇതെല്ലാം കുട്ടികളുടെ, അതായത് ലീഫി ഗ്രീൻ വെജിറ്റബിൾസിൽ വരുന്ന എല്ലാ വെജീസ് കാര്യങ്ങളും കുട്ടികളുടെ എല്ലാ ഫങ്ഷനിങ്ങും നല്ലതാണ്. ലീഫി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്കറികളിലൊക്കെ അത്യാവശ്യം അയൺ കണ്ടന്റ് ഉണ്ട്, ഫോളേറ്റ് കണ്ടന്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ഫൈബർ ക്വാളിറ്റി ഉണ്ട്. അപ്പം ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അനീമിയ, രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ, വിരശല്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, വയറ്റിൽ നിന്ന് പോകാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് പാകം ചെയ്യുക. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് അല്ലെങ്കിൽ നെല്ലിക്കൊക്കെ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ അതിൽ അയൺ അബ്സോർപ്ഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്.
അടുത്തതായിട്ട് കുട്ടികളുടെ ഫങ്ഷനിങ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഒരു ആഹാരം എന്ന് പറയുന്നത് മുട്ടയാണ്. എഗ്ഗ് ഡെയിലി ബേസിസിൽ കുട്ടികൾക്ക് കൊടുക്കാം. അത് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കിയിട്ടോ കൂടുതൽ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്. ഇതിൽ കോളിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ആ ഒരു ബ്രെയിൻ ഫങ്ഷനും കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്, കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ്, പഠനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ നല്ലതാണ്. അതേപോലെ കുട്ടികളുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അത് ഡെയിലി ഒരു 1-2 എഗ്ഗ് വെച്ചിട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു ഗ്ലാസ് പാലും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഹെൽത്ത് കുട്ടികൾക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങളെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നട്ട്സുകളും സീഡ്സുകളും. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. നട്ട്സ് കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ച് അല്ലെങ്കിൽ പൗഡർ ഫോം ആക്കിയിട്ട് ജാഗരിയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ട് അങ്ങനെ കുറച്ച് വേണമെങ്കിൽ ഗീ ഒക്കെ ചേർത്തിട്ട് ഒരു അരിയുണ്ട ഫോമിലൊക്കെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ രാവിലെ ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സിൽ ജസ്റ്റ് ഒരു 11 മണി സ്നാക്സ് ഒക്കെ ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. നട്ട്സുകളിൽ അത്യാവശ്യം ഫൈബേഴ്സ് ഉണ്ട്, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ആണ്. നട്ട്സുകളിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ലൈക്ക് ഇപ്പോൾ ബദാം ഉണ്ട്, അതേപോലെ തന്നെ കാഷ്യൂ, പിസ്ത, വാൽനട്ട്സുകൾ. ദെൻ നിങ്ങൾക്ക് മറ്റുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സിൽ വരുന്നതാണ്. ഇപ്പം റേസിൻസ് കഴിക്കാം, ലൈക്ക് ഉണക്കമുന്തിരി കഴിക്കാം. അത് ബ്ലാക്ക് റേസിൻസ് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കാവുന്നതാണ്. ദെൻ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്, പംകിൻ സീഡ്സ് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് പൗഡർ ഫോം ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതും എല്ലാ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിനും ഡെവലപ്മെന്റ്സിനും ഈ പറഞ്ഞിട്ടുള്ള നട്ട്സും സീഡ്സും സഹായിക്കുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും അഫോർഡ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. കുട്ടികൾക്ക് അത് ഉപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ കറിയിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും തേനിലൊക്കെ ചാലിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഹെൽത്തിയാണ്. വിനെഗർ ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ ഞാൻ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറില്ല. അതായത് ഉപ്പിലിട്ടുള്ള ആഹാരങ്ങൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, അളവ് കുറയ്ക്കുക. മറ്റുള്ള തേനിൽ ചാലിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിലൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. നെല്ലിക്ക എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി റിച്ച് ആണ്. അത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂട്ടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതേപോലെ ഇൻഫെക്ഷൻസ്, അലർജി പ്രശ്നങ്ങൾ, കഫക്കെട്ട്, തുമ്മൽ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സിമ്പിൾ ഹോം റെമഡി എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഡെയിലി കുട്ടികൾക്ക് നെല്ലിക്ക കൊടുത്ത് ശീലിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊടുക്കാൻ ശ്രമിക്കുക. ജ്യൂസി ഫോം ആക്കി കൊടുക്കണമെന്നില്ല, നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ രൂപത്തിലുള്ള ഫോമിൽ കൊടുക്കാൻ ശ്രമിക്കുക. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് മധുരക്കിഴങ്ങ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ക്യാരറ്റ്, ബ്രൊക്കോളി, കോളിഫ്ലവർ ഒക്കെ കുട്ടികളുടെ ബ്രെയിൻ ഫങ്ഷനിങ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൽ എല്ലാം അവർക്ക് കൊടുക്കാവുന്നതാണ്. ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് കൊടുക്കുക. അത് അവരുടെ ആ ഒരു അനീമിക് പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ നല്ലതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഫിഷ് ഐറ്റംസ് കൊടുക്കുക. ഫിഷ് അത്യാവശ്യം പ്രോട്ടീൻസ് ആണ്, ഹെൽത്തി ഫാറ്റ്സ് ആണ്. അത് ചെറു മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് കറി വെച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഫങ്ഷനിങ്, അതായത് അവരുടെ ബോഡി ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ പയറുവർഗ്ഗങ്ങൾ നന്നായിട്ട് മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കറി രൂപത്തിലോ അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ട് എന്തെങ്കിലും ഒരു സാലഡ് ഫോമിലൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കോഴിമുട്ടയുടെ കൂടെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു ടിഫിൻ രൂപത്തിലൊക്കെ കൊടുക്കുന്നത് നല്ല രീതിയിൽ ബെനിഫിഷ്യലാണ്. ലൈക്ക് ഇപ്പോൾ കടല, ചെറുപയർ, മുതിര, അങ്ങനെ തൂവരപ്പരിപ്പ്, അങ്ങനത്തെ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പയറുവർഗ്ഗങ്ങൾ കുട്ടികൾക്കും കുഞ്ഞു തൊട്ടേ ശീലിപ്പിക്കുക. കൂടുതൽ മാംസാഹാരങ്ങൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള പയറുവർഗ്ഗങ്ങളൊക്കെയാണ്. ഡെയിലി ഒരേ പാറ്റേൺ ഓഫ് ഈറ്റിംഗ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവരും ഹാപ്പിയാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനും ഓവറോൾ ഹെൽത്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്